വളരെ നിർണായകമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഓവറിൽ റൺ റേറ്റ് ഉയർത്താൻ കഴിഞ്ഞാൽ, ഈ ഓവറിൽ ഇന്ത്യക്ക് റൺ റേറ്റ് കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ, 10 മുകളിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും മത്സരം പൂർണ്ണമായിട്ടും ഏറെക്കുറെ ഇന്ത്യയുടെ പക്കലേക്ക് വരും. കാരണം ഒറ്റ ഓവറിൽ അവിടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബാറ്റർമാർ ക്രീസിൽ നിൽക്കെ ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ വാട്ടർ ബോയ് അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ എന്താണ് സന്ദേശം ഇന്ത്യൻ ടീം കോച്ച്, ഇന്ത്യൻ ടീം മാനേജർ കൈമാറിയത് എന്നാണ് അറിയേണ്ടത്. നമുക്ക് അത് ഏറെക്കുറെ പ്രകടമാകും ആദ്യ പന്തിൽ തന്നെ. സെക്കൻഡ് ലാസ്റ്റ് ഓവറാണ് ഇനി വരാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച്. പാകിസ്ഥാനും വളരെ നിർണായകമായിട്ടുള്ള സെക്കൻഡ് ലാസ്റ്റ് ഓവർ. സ്ട്രൈക്കിൽ തിലക് വർമ്മ, ശിവം ദുബെ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ. വളരെ ഫോമിലാണ് തിലക് വർമ്മ. ഇപ്പോൾ തന്നെ 58 റൺസുമായി ക്രീസിൽ നിൽക്കുന്നു. മറുവശത്ത് ബോൾ ചെയ്യുന്നത് ഫഹീം 2 വിക്കറ്റ് വീഴ്ത്തി ഇതിനോടകം. അതും മുൻനിര താരങ്ങളുടെ 2 വിക്കറ്റ് വീഴ്ത്തിയതിൻ്റെ ആത്മവിശ്വാസം ഉണ്ടാകും ഫഹീമിന്. അതാണ് ഫഹീമിനെ ഈ പന്ത് ഈ സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ ഏൽപ്പിക്കാൻ ക്യാപ്റ്റൻ സൽമാൻ അഗ തയ്യാറാകുന്നതും. അതിൽ സംശയവും വേണ്ട. ഫഹീം അഷ്റഫ് അഭിഷേക് ശർമ്മയെ 5 റൺസിനും ശുഭ്മാൻ ഗില്ലിനെ 12 റൺസിനും പുറത്താക്കിയ പാകിസ്ഥാൻ ബോളർ 19ാമത്തെ ഓവർ എറിയാൻ എത്തുകയാണ് ഈ മത്സരത്തിൽ. 19ാമത്തെ ഓവർ ഫഹീം അഷ്റഫ്, ശിവൻ ദുബെയും തിലക് വർമ്മയും ചേർന്നുള്ള കൂട്ടുകെട്ട് 53 റൺസിൽ എത്തി നിൽക്കുന്നു. ഈ മത്സരത്തിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ കൂട്ടുകെട്ടായി ഇത് നിലവിൽ ഉയരുകയാണ്. സഞ്ജു വി സാംസണും ഒപ്പം തിലക് വർമ്മയും ചേർന്ന 57 റൺസിന്റെ 4ാം വിക്കറ്റ് കൂട്ടുകെട്ടായിരുന്നു ഇതിനോടകം ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടെങ്കിൽ നിലവിൽ 53 റൺസിലേക്ക് എത്തിയിട്ടുണ്ട് ദുബെ തിലക് വർമ്മ കൂട്ടുകെട്ട്. ഉറപ്പായും നേരത്തെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം ഇന്ത്യൻ ടീം മാനേജ്മെന്റ് കൈമാറിയിട്ടുണ്ട്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. വീണ്ടും അവിടെ ഒരു കാലിൽ ഒരു വേദന അനുഭവപ്പെടുന്ന മട്ടിൽ ഫഹീം അഷ്റഫിന് അത് ബോൾ ചെയ്യാൻ കഴിയാതെ പോകുന്നു. എന്താണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ, ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ മേധാവിത്വം എടുക്കുന്നുണ്ട് ഈ 19ാമത്തെ ഓവറിന്റെ തുടക്കത്തിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ കിരീടപ്പോരിനായി ഏറ്റുമുട്ടുമ്പോൾ അവിടെ പാകിസ്ഥാൻ അല്പം നന്നേ ബുദ്ധിമുട്ടുന്നു ഇന്ത്യൻ ബാറ്റർമാരെ പിടിച്ചു നിർത്താൻ. ഇത് തന്നെയാണ് ഒരുപക്ഷെ നേരത്തെ പാകിസ്ഥാന്റെ മുൻ താരങ്ങൾ പോലും വിശേഷിപ്പിച്ചതുപോലെ എന്താണ് ഇന്ത്യയുടെ മധ്യനിരയും എന്താണ് പാകിസ്ഥാന്റെ മധ്യനിരയും തമ്മിലുള്ള വ്യത്യാസം. ആ അന്തരം അത് പ്രകടമായി തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നുണ്ട്. കാരണം പാകിസ്ഥാന്റെ മധ്യനിര ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ അമ്പെ അടിമുടി വീണപ്പോൾ, ഇന്ത്യൻ മുൻനിര വീണ സമയത്തും മിഡിൽ ഓർഡറിന്റെ മികവിൽ, മധ്യനിരയുടെ മികവിൽ ഇന്ത്യ ഈ മത്സരത്തിലേക്ക് തിരികെ വരുന്നു. മധ്യനിരയുടെ ഒരു ക്ലാസിക് പെർഫോമൻസ് കാണാൻ കഴിഞ്ഞു ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റാരുമല്ല ഇന്ത്യൻ മധ്യനിരയെ പ്രശംസിച്ചത്, അത് വസീം അക്രവും വഖാർ യൂനിസും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും എടുത്തു പറഞ്ഞത് ഇന്ത്യൻ മധ്യനിരയുടെ പ്രകടനം അത് ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ചും മിഡിൽ ഓർഡറിലേക്ക് സഞ്ജു വി സാംസണെ കൊണ്ടുവന്നപ്പോൾ ചില സംശയങ്ങൾ, പക്ഷേ ആ സംശയങ്ങൾ ദൂരീകരിക്കും വിധത്തിലാണ് സഞ്ജു ഇന്ന് തുടക്കത്തിൽ ബാറ്റ് വീശിയത്. ഔട്ടായതും ഒപ്പം ഡ്രോപ്പ് ക്യാച്ച് നൽകിയ ആ ഷോട്ടും ഒഴിച്ചു നിർത്തിയാൽ സഞ്ജുവിൻ്റെ വളരെ ക്ലീൻ ഹിറ്റായിട്ടുള്ള 1-2 ഷോട്ടുകളും ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടമാക്കിക്കൊണ്ട് സഞ്ജു 24ാമത്തെ റൺസിൽ പുറത്താകുന്ന സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ അല്പം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു സഞ്ജുവിന് ആ ഇന്നിങ്സ്. സഞ്ജു ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, പ്രയത്നിച്ചിരുന്നുവെങ്കിൽ, എങ്ങനെയെങ്കിൽ മറ്റൊരു മലയാളി പയ്യൻ്റെ ദിനം കൂടിയാകുമായിരുന്നു ഈ ഏഷ്യ കപ്പിൻ്റെ ഫൈനൽ പോരാട്ടം എന്നുള്ളതാണ്. പാകിസ്ഥാൻ അല്പം പരുക്കിൻ്റെ പിടിയിൽ വലയുന്ന സാഹചര്യം. 19ാമത്തെ ഓവർ എറിയാനെത്തിയ ഫഹീം അഷ്റഫിന് ആ ഓവർ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലിൽ പേശി വലിവ് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഫിസിയോ നൽകിയ ശേഷം മറ്റൊരു ബോളറെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ തുടരുമോ എന്നും കാത്തിരിക്കാം. എന്താണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ പോരാട്ടം അങ്ങനെ അവസാന 2 ഓവറുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിലവിൽ 12 പന്തുകളാണ് അവശേഷിക്കുന്നത്. വേണ്ടത് 17 റൺസ്. അതായത് ഏറെക്കുറെ 8 റൺസിന് മുകളിലാണ് നിലവിൽ ഇന്ത്യയുടെ റെക്കോർഡ് റൺ റേറ്റ്. ഇന്ത്യ ഇപ്പോൾ 8 റൺസിന് മുകളിലേക്ക് നിർത്തുന്നു. ആ റൺ റേറ്റ് ഇന്ത്യക്ക് മറികടക്കാൻ കഴിയും. 8.50 നിലവിൽ ഇന്ത്യയുടെ റെക്കോർഡ് റൺ റേറ്റ്. ആ റെക്കോർഡ് റൺ റേറ്റിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയുമെന്നാണ് കരുതേണ്ടത്. നിലവിൽ ഇന്ത്യയുടെ റൺ റേറ്റ് 7.22 ആണ്. 7.22 എന്നുള്ള കറണ്ട് റൺ റേറ്റിൽ നിന്ന് ഇന്ത്യക്ക് ഇനി 17 റൺസ് കൂടി നേടണം 12 പന്തിൽ. ശിവൻ ദുബെയും
തിലക് വർമ്മയും ക്രീസിൽ. ഇന്ത്യയുടെ രണ്ട് യുവതാരങ്ങൾ. ഈ രണ്ട് യുവതാരങ്ങളും ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. നിസ്സംശയം അവർക്ക് ഏഷ്യ കപ്പിൽ കൃത്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, ഈ കിരീടം അവർക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, അവരും അവരുടെ സ്ഥാനങ്ങൾ ഊട്ടിയുറപ്പിക്കും ഈ ഇന്ത്യൻ സംഘത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ രണ്ടുപേരും, തിലക് വർമ്മ ഇതിനോടകം തന്നെ ഇന്ത്യയുടെ സുപ്രധാന 2020 ബാറ്ററായി മാറിക്കഴിഞ്ഞു. ശിവം ദുബെയും അതുപോലെ തന്നെ. പക്ഷേ ശിവം ദുബെയ്ക്ക് ഒരു സ്ഥിര സാന്നിധ്യമായി മാറണമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെൻ്റാണ്. ഏഷ്യ കപ്പിൻ്റെ ഫൈനലാണ്. ആ ഫൈനലിൽ ഇന്ത്യൻ ടീമിനെ, സ്വന്തം ടീമിനെ ജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അത് നിലനിർത്തുകയാണ് ശിവൻ ദുബെയും ഒപ്പം തിലക് വർമ്മയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, റിങ്കു സിംഗും അക്സർ പട്ടേലുമാണ് ഇനി ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി ക്രീസിലേക്ക് എത്താനുള്ളത്. രണ്ടുപേരും, പ്രത്യേകിച്ചും റിങ്കു സിംഗ് ഒരു ഫിനിഷർ എന്നുള്ള നിലയിൽ ഐ പി എല്ലിൽ എത്രയോ വട്ടം നമ്മൾ കണ്ടു റിങ്കു സിംഗിൻ്റെ ഒരു ഫിനിഷിംഗ് പാടവം. ആ ഫിനിഷിംഗ് പാടവം റിങ്കു സിംഗിനുള്ളതുകൊണ്ട് തന്നെ റിങ്കു സിംഗിനെ വിശ്വസിച്ച് തന്നെ ഈ ബാറ്റർമാർക്ക്, ക്രീസിലുള്ളവർക്ക് ഇനി ഷോട്ടുകൾ പായിക്കാൻ കഴിയും. അത് 2 പന്തോ 4 പന്തോ ആയിക്കോട്ടെ, ലഭിക്കുന്ന പന്തിൽ റിങ്കു ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ, സ്റ്റാൻഡ് ആവാൻ അധികം സമയമെടുക്കാതെ തന്നെ ഷോട്ട് തീർക്കുന്ന താരമാണ് റിങ്കു സിംഗ്. ആ ഒരു മികവാണ് റിങ്കു സിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി എത്രമാത്രം മത്സരങ്ങളിൽ ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ റിങ്കു സിംഗിൻ്റെ ഒരു മികവ് ഇന്ത്യൻ ക്രിക്കറ്റ് ഒരുപാട് കണ്ടിട്ടുണ്ട്, ഏഷ്യൻ ക്രിക്കറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ ടീം 2020 രാജ്യാന്തര വേദികളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഏഷ്യ കപ്പിൽ മാത്രം റിങ്കുവിന് ഒരു അവസരം കിട്ടിയിരുന്നില്ല. എന്താണെങ്കിലും മത്സരം വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഫഹീം തന്നെ ബോള് എറിയാനായി എത്തുന്നു. അവസാനത്തെ 2 ഓവറുകൾ ഇനി ശേഷിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി. ശിവൻ ദുബെയും തിലക് വർമ്മയും ക്രീസിൽ. തിലക് വർമ്മയ്ക്കാണ് സ്ട്രൈക്ക്. ഇന്ത്യക്ക് വേണ്ടത് 12 പന്തിൽ 17 റൺസ്. ഫഹീം അഷ്റഫ് 2 വിക്കറ്റ് വീഴ്ത്തിയ ഫഹീം അഷ്റഫ് ശുഭമാൻ ഗില്ലിൻ്റെയും സൂര്യകുമാർ യാദവിൻ്റെയും ഒപ്പം അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് വീഴ്ത്തിയ ഫഹീം അഷ്റഫ് 19ാമത്തെ ഓവർ എറിയാനായി എത്തുകയാണ് ക്രീസിൽ തിലക് വർമ്മയും. തിലക് വർമ്മ 58 റൺസാണ് ഈ മത്സരത്തിൽ നേടിയത്. അതും ഒരുപാട് റിസ്കി ആയിട്ടുള്ള ഷോട്ടുകൾ ഉതിർക്കാനൊന്നും തുനിയാതെ, പക്ഷേ അതേ സമയത്ത് തന്നെ വളരെ ക്ലാസി ആയിട്ടുള്ള ഷോട്ടുകൾ ഉതിർത്ത് തന്നെ മത്സരത്തിൽ നിന്ന ഒരു താരമാണ് തിലക്. ഒരുപക്ഷെ തിലകിൻ്റെ ക്ഷമയും തിലകിൻ്റെ കൗശലവും ആയിരിക്കണം, അല്ലെങ്കിൽ തിലക് കാട്ടിയ ഒരു പക്വതയായിരിക്കണം സൂര്യകുമാർ യാദവും ശുഭമാൻ ഗില്ലുമൊക്കെ ഈ മത്സരത്തിൽ പ്രകടമാക്കേണ്ടത് എന്ന് തോന്നുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ഈ മത്സരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഈ ഓവറിൽ തന്നെ ഈ കാര്യങ്ങൾ എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിലക് വർമ്മയും ഒപ്പം ശിവൻ ദുബെയും ക്രീസിൽ. തിലക് വർമ്മ ആദ്യ പന്തിൽ സിംഗിൾ എടുത്ത് ശിവൻ ദുബെയ്ക്ക് സ്ട്രൈക്ക് കൈമാറുകയാണ്. ഒരു പക്ഷേ ഇനി ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് പോകാനുള്ള ഒരു നിർദ്ദേശം അത് ശിവൻ ദുബെയ്ക്കാവാനാണ് സാധ്യത. ശിവൻ ദുബെ അവിടെ പുറത്തായാലും ഒരു സ്റ്റാൻഡ് ഇൻ ബാറ്റർ എന്നുള്ള നിലയിൽ തിലക് വർമ്മ ക്രീസിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ റിങ്കു സിംഗോ അക്സർ പട്ടേലോ വന്നാൽ അവിടെ ഇന്ത്യക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. 2 ഓവർ മാത്രമാണ് ശേഷിക്കുന്നത്, 4 വിക്കറ്റ് മാത്രമാണ് പോയത്. കേവലം വേണ്ടത് ഇനി 16 റൺസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവൻ ദുബെയ്ക്ക് ഒരു ഫുൾ ലൈസൻസ് നൽകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ശിവൻ ദുബെ അതുകൊണ്ട് തന്നെ ശിവൻ ദുബെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ബൗണ്ടറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ബൗണ്ടറിയാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ ബാറ്റർമാർ ആഗ്രഹിക്കുന്നത് ബൗണ്ടറിയാണ്. ബൗണ്ടറിയിൽ കാര്യങ്ങൾ എത്തിയാൽ മാത്രമേ റൺ റേറ്റ് കുറയുള്ളൂ. അല്ലെങ്കിൽ അവസാന ഓവറിലേക്ക് കൂടുതൽ സ്ട്രൈക്ക് പോയി കഴിഞ്ഞാൽ, കൂടുതൽ നേരം പോയി കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ മത്സരത്തിൽ കൂടുതൽ കാര്യങ്ങൾ മാറും. മത്സരത്തിൽ ഇന്ത്യയുടെ സാഹചര്യം അത് അനുകൂലമാക്കുന്ന തരത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ശിവൻ ദുബെയും തിലക് വർമ്മയും ക്രീസിൽ തുടരുന്നു. ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ അത് സെക്കൻഡ് ലാസ്റ്റ് ഓവറിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തിലക് വർമ്മയും ശിവൻ ദുബെയും ഇപ്പോൾ ക്രീസിൽ തുടരുന്നു. 14 റൺസാണ് ഇന്ത്യക്ക് ഇനി വേണ്ടത്. 9 പന്തിൽ 14 റൺസ്. 9 പന്തിൽ 14 റൺസ് നേടാൻ ഇന്ത്യക്ക് ഇനി ഉറപ്പായും